നമസ്കാരം. വിങ്ങുന്ന മനസ്സോടെ റഹീം നാട്ടിലെത്തിയിരിക്കുന്നു. പ്രതിസന്ധിയിൽ നിന്ന് കരകയറി ജീവിതത്തിലേക്ക് തിരിച്ചു കയറാമെന്ന വിശ്വാസത്തോടെ മുമ്പോട്ട് പോകുന്നതിനിടയിൽ വെള്ളിടി പോലെ എത്തിയ ദുരന്തം. ഇനി എന്തു ചെയ്യുമെന്ന ചോദ്യം റഹീമിന്റെ മുന്നിൽ ബാക്കിയായി കിടക്കുന്നുണ്ട്. രാവിലെ 7:55 തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് റഹീം എത്തിയത്. വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ പ്രിയപ്പെട്ടവരില്ല. സ്നേഹത്തോടെ വളർത്തിയ രണ്ടു മക്കളിൽ ഒരാൾ ഇന്ന് ജീവനോടെയില്ല. മറ്റൊരാൾ കൂട്ടക്കൊലക്കേസിൽ അറസ്റ്റിൽ. പ്രിയപ്പെട്ട ഭാര്യയാകട്ടെ ആശുപത്രിയിൽ. ഉമ്മയും പ്രിയപ്പെട്ട സഹോദരനും സഹോദരന്റെ ഭാര്യയും കൊല്ലപ്പെട്ടു. വ്യാഴാഴ്ച 12:15 ദമാമിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് തിരിച്ചത്. റിയാദിൽ ഒരു കട നടത്തുകയായിരുന്നു റഹീം. പലതരം പ്രശ്നങ്ങൾ ഒന്നിച്ചെത്തിയപ്പോൾ എല്ലാം നഷ്ടമായി. കടക്കാരിൽ നിന്ന് താൽക്കാലികമായി മാറി നിൽക്കാനാണ് റഹീം ദമാമിലേക്ക് വണ്ടി കയറിയത്. നാട്ടിലെത്തിയ റഹീം DK മുരളി MLA ഓഫീസിലേക്കാണ് ആദ്യം ചെന്നത്. ഇവിടെ നിന്ന് പള്ളിയിലേക്ക് പോകും. അവസാനമായി ഒരു നോക്ക് കാണാൻ പറ്റാത്ത തൻ്റെ പ്രിയപ്പെട്ടവരുടെ ഖബറിടങ്ങളിലേക്ക്. അതിനുശേഷം ആശുപത്രിയിലേക്ക് പോയി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഭാര്യയെ കാണുമെന്നാണ് ലഭിക്കുന്ന വിവരം. അഫാൻ ആദ്യ കുട്ടിയായതുകൊണ്ട് കൂടുതൽ വാത്സല്യം നൽകിയിരുന്നുവെന്ന് റഹീം പറയുന്നു. അവനെ ഉൾപ്പെടെയാണ് സന്ദർശക വിസയിൽ സൗദിയിൽ കൊണ്ടുവന്നത്. 10 മാസത്തോളം റിയാദിൽ ഒപ്പമുണ്ടായിരുന്നു. കാറ്ററിങ്ങിനും മറ്റും പോയി അവൻ സ്വന്തമായി പണം സമ്പാദിച്ചിരുന്നു. അതവന്റെ കാര്യങ്ങൾക്കെടുക്കും. അടുത്ത ദിവസങ്ങളിലൊന്നും അവനെ ഫോണിൽ കിട്ടിയിരുന്നില്ല. ഇടയ്ക്കൊക്കെ കാശിനു വേണ്ടി ഭാര്യയുടെ അടുത്ത് വഴക്കിടാറുണ്ട്. അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അവന് ഭ്രാന്ത എന്ന ഒഴുക്കൻ മറുപടിയാണ് ഭാര്യ പറഞ്ഞതെന്ന് റഹീം കൂട്ടിച്ചേർത്തു. ഇളയ മകന്റെ മരണമാണ് ഏറെ സങ്കടകരം. അവന്റെ ഫോട്ടോ നോക്കിയിരുന്ന് വിതുമ്പുന്ന കാഴ്ച കാണാൻ കഴിയുന്നില്ലെന്ന് അദ്ദേഹത്തെ ഒപ്പം കൂട്ടിയ നവാസ് വക്കം പറഞ്ഞു. അവന് ഇഷ്ടമുള്ള മന്തി വാങ്ങിക്കൊടുത്തിട്ടാണ് അവനെ കൊന്നത്. അവന് വെറുതെ വിടാമായിരുന്നില്ലേ എന്ന് ദമാമിൽ വെച്ച് റഹീം വിതുമ്പലോടെ ചോദിച്ചുകൊണ്ടിരുന്നുവെന്ന് അടുപ്പക്കാർ പറയുന്നു. അതേസമയം കടം കൊടുത്ത പണം തിരികെ ചോദിച്ച് ആരെങ്കിലും വെഞ്ഞാറമൂട് കൂട്ടക്കൊല നടന്ന ദിവസം പ്രതി അഫാനെ സമ്മർദ്ദത്തിലാക്കിയോ എന്ന് അന്വേഷിക്കുന്നതായി തിരുവനന്തപുരം റൂറൽ SP K സുദർശൻ. കടം കൊടുത്തവർ പണം തിരികെ ചോദിച്ച് സ്ഥിരമായി കുടുംബത്തെ ശല്യപ്പെടുത്തിയിരുന്നു. എന്നാൽ കൊലപാതകം നടത്തിയ ദിവസം അഫാനെ പെട്ടെന്ന് പ്രകോപിതനാക്കുന്ന തരത്തിൽ ആരെങ്കിലും പെരുമാറിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. മറ്റു പലരിൽ നിന്നും അഫാന്റെ കുടുംബം കടം വാങ്ങി. അങ്ങനെ നിരവധി പേരിൽ നിന്ന് വാങ്ങിയ തുക മടക്കി നൽകാനാകാതെ കുടുംബത്തിന്റെ കടബാധ്യത പെരുകുകയായിരുന്നു. കടം വാങ്ങിയ തുക ദൂർത്തടിച്ചോ എന്നും അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിക്കുന്നുണ്ടെന്ന് SP പറയുന്നു. ഇന്ന് അന്വേഷണ സംഘം അഫാന്റെ ഉമ്മയുടെ മൊഴിയെടുക്കും. ഇന്നലെ ഉച്ചയോടെ ആറ്റിങ്ങൽ DYSP ഷെമിനയുടെ മൊഴിയെടുക്കാൻ മെഡിക്കൽ കോളേജിൽ എത്തിയെങ്കിലും ആരോഗ്യനില കണക്കിലെടുത്ത് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. മാത്രമല്ല അഫാനെയും ഉമ്മയെയും ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ മൊഴിയും അന്വേഷണ സംഘം ഇന്നെടുക്കും. ഡോക്ടർമാരുടെ മൊഴിയെടുക്കുന്നത് വെഞ്ഞാറമൂട് DYSP ആയിരിക്കും. ഇതിനിടയിൽ കുടുംബത്തിന് പണം വായ്പ നൽകിയവരുടെ മൊഴി ഇന്നലെ എടുത്തിരുന്നു. വൻ സാമ്പത്തിക ബാധ്യതയാണ് കൂട്ടക്കൊലയ്ക്ക് പിന്നിലെന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് ഇവരുടെ മൊഴി ശേഖരിച്ചത്. വായ്പ നൽകിയവർ കേസിൽ സാക്ഷികളാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്.